വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇത്തവണ ഞെട്ടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചേട്ടാ മനസ്സിലായല്ലോ, ഇനി ഒരു ഇൻട്രഡക്ഷന്റെ കാര്യമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ സുപരിചിതനായി മാറി. അതെ, നമ്മുടെ സ്വന്തം അഖിൽ എന്നൊക്കെ പറയാം. അത്രയ്ക്കും നമ്മുടെ ക്ലോസ് ടു നമ്മുടെ ഷോ ആണ്. 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അഖില എങ്ങനെയാണ്, സ്പോട്ട് ഡബ് ആയിട്ടാണോ അതോ എന്തെങ്കിലും ഓരോ തവണ വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്ന് അറിയാം? സ്പോട്ട് ഡബിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് ഒരു സ്റ്റാർസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ കേട്ടത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സാധാരണ ട്രെയിൻ വരുന്നതിന്റെ കേൾക്കുന്നതിന്റെ അനൗൺസ്മെന്റ് ഒരു സ്റ്റാർ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റാർസിന്റെ വോയിസിൽ ആണ് ഞാൻ എന്റെ ഇമാജിനേഷനിൽ കേട്ടത്. അയ്യോ, അപ്പൊ അത് ഫിക്ഷണൽ ആയിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. രാജേട്ടൻ ആരുടെ വോയിസ് പോലെയാ തോന്നിച്ച അഖിലിന്റേത്? തോമസ് ആണ് അതേപോലെ ഇരിക്കുന്നു പുള്ളി സംസാരിക്കുമ്പോ. അത് ചെയ്യുന്നുണ്ട് ആണല്ലേ? അല്ല, ഇപ്പൊ നേരിട്ട് സംസാരിക്കുമ്പോ ആദ്യമായിട്ടാ കാണുന്നത്. ടൊവിനോയുടെ സൗണ്ട് തന്നെയാണ്. വീട് തൃശ്ശൂരാണ്. ടൊവിനോ തോമസ്. അദ്ദേഹം ഇരിങ്ങാലക്കുട, ഞാൻ കൊടുങ്ങല്ലൂർ ഓൾമോസ്റ്റ് അടുത്താണ്. ശരി കേട്ടോ, കറക്റ്റ് അതും കിട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും അഖില റെഡിയാണോ? റെഡിയാണ്. ശരി, അപ്പൊ നമുക്ക് ആദ്യം ആരുടെ വോയിസിലാണ്? അതൊരു ബാക്ക് ടു ബാക്ക് ഓരോ വോയിസിലാണ്. ഇൻസിഡന്റ് പോലെ പറയാം. ശരി, അപ്പൊ ഒരു കഥയായിട്ട് പറഞ്ഞു നോക്കും. അപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് ഇപ്പൊ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പൊ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോൾ ആദ്യം കേട്ടത് നമ്മുടെ അല്ലു അർജുന്റെ മലയാള വേർഷൻ ജിസ്ജോയ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നതായിട്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അറ്റൻഷൻ പ്ലീസ്, കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന പുഷ്പ എക്സ്പ്രസ് ഉടൻ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്ന് പുറപ്പെടുന്നതായിരിക്കും. പുഷ്പ എക്സ്പ്രസ് വൈകത്തിലടാ. കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് വന്ന എമ്പുരാൻ എക്സ്പ്രസ്സിലാണ് വരുന്നത്. തിരുവനന്തപുരം പോകാനുള്ള എല്ലാവരും ആ എക്സ്പ്രസിൽ കയറിയാൽ മതി. ഓക്കെ, അങ്ങനെ ഞാൻ അതിൽ കയറി നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നമ്മുടെ വിനായകൻ ചേട്ടനായിരുന്നു അനൗൺസ് ചെയ്തോണ്ടിരുന്നത്. അതെങ്ങനെയായിരുന്നു? എന്താണെന്ന് നോക്കണേ, ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തി. കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് ഇറങ്ങാനോട്ട് ഇവിടെ ഇറങ്ങണം, മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് പോകാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ ഇത് കയറാം. പക്ഷെ കയറുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരും ചാടി കയറാൻ നിൽക്കരുത്. ചാടി കയറി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ, പരാക്രമം ഞാൻ ട്രെയിൻ പോകുന്നത്. ആരും അങ്ങനെ കയറാൻ പാടില്ല, മനസ്സിലായില്ല? അങ്ങനെ കയറാൻ കുത്തിക്കൊന്നുള്ളേ ഞാൻ. അതാണ്. അങ്ങനെ ഒരുപാട് ആള് കയറിയപ്പോ ഭയങ്കര തിരക്കായി. ഞാൻ കുറച്ച് ടയർഡായി. കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ ഞെട്ടി എഴുന്നേക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ അവിടെ ടൊവിനോ തോമസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. തൃശ്ശൂർക്കാരനാണല്ലോ. അപ്പൊ ആളുടെ അനൗൺസ്മെന്റ് ആണ് കേട്ടത്. അതെങ്ങനെയായിരുന്നു? അറ്റൻഷൻ പ്ലീസ്, യാത്രക്കാരുടെ ശ്രദ്ധിക്കും. തിരുവനന്തപുരത്തേക്ക് പോകുന്ന എമ്പുരാൻ എക്സ്പ്രസ് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേരുന്നതാണ്. ഓൾറെഡി എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി വേറൊരു കാര്യം കൂടി പറഞ്ഞു. കമ്പാർട്ട്മെന്റുകൾ പലവിധം. അത് ഏതൊക്കെ തരം കമ്പാർട്ട്മെന്റ് ആണെന്ന് നിങ്ങൾ തന്നെ നോക്കി കണ്ടെത്താം. അതാണ്. അപ്പൊ എന്തായാലും മിന്നൽ വേഗത്തിൽ ട്രെയിൻ പുറപ്പെടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ട്രെയിനിൽ കയറാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ തൃശ്ശൂർ കഴിഞ്ഞ നേരെ എറണാകുളത്തേക്കാണ്. അപ്പൊ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കൊച്ചിക്കാരൻ ഷെയ്നികം ആയിരുന്നു അവിടെ അനൗൺസ് ചെയ്ത്. അതെങ്ങനെയായിരുന്നു? അപ്പൊ ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വേണം എല്ലാ മച്ചാമാരോടും. എറണാകുളം അല്ല, കൊച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം, മനസ്സിലായി? അപ്പൊ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വേണം എല്ലാ മച്ചാമാരും കൂടി പറഞ്ഞാണ് ഈ ട്രെയിൻ നമ്പർ 1 നമ്പറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എമ്പൂരാന്നാണ് ട്രെയിനിന്റെ പേര്. അതിൽ കയറി നിങ്ങൾ എന്തായാലും തിരുവനന്തപുരത്ത് തന്നെ എത്തിയിരിക്കും. അത്രേ ഉള്ളൂ. നല്ല വൈബാണ് ആ ട്രെയിനിൽ കയറിയ. എല്ലാവർക്കും അപ്പോൾ ആ ട്രെയിനിൽ കയറി ഞാനിപ്പോ കുറച്ചു നേരം ബ്രേക്ക് എടുത്ത് ഇവിടേക്ക് വരാനുള്ള ഐറ്റംസ് പ്ലാൻ ചെയ്യായിരുന്നു ട്രെയിനിൽ. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തു, പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേനും രാജുവേട്ടന്റെ ശബ്ദത്തിൽ ഒരു അനൗൺസ്മെന്റ് കേട്ടു. അപ്പൊ മനസ്സിലായി ട്രിവാൻഡ്രം എത്തി. അപ്പൊ ഇങ്ങനെയായിരുന്നു. അറ്റൻഷൻ പ്ലീസ്, ട്രെയിൻ നമ്പർ 104 എമ്പുരാൻ എക്സ്പ്രസ് ഈസ് അറൈവ്ഡ് ഓൺ ട്രിവാൻഡ്രം. ആ ചിരി കേട്ടപ്പോൾ മനസ്സിലായി ഞാൻ ഇവിടെ എത്തി, ട്രെയിൻ നിന്നു. അപ്പൊ നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇവിടെ വന്നിട്ട് ഒരു 4 ഇൻഡസ്ട്രിയിലെ 4 ലാംഗ്വേജിലെ സ്പോട്ട് ഡബിങ് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പൊ യാത്ര അടിപൊളിയായിരുന്നല്ലോ. അടിപൊളി. താരങ്ങളുടെ വളരെയധികം ഇഷ്ടപ്പെട്ടു. താരങ്ങളുടെ സൗണ്ടോട് കൂടി കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള യാത്ര അതിഗംഭീരമായിരുന്നു. എൻട്രി എന്നെ കലക്കി ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരു സ്പോട്ട് ഡബ് ഉണ്ട്. കാരണം ഈ താരങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇനി അടുത്തത് ബാക്ക് ടു ബാക്ക് സ്പോട്ട് ഡബിനാണ്. സ്പോട്ട് അറിയാലോ? അറിയാം. പൊളിക്കണം. യെസ്, ഓൾ ദി ബെസ്റ്റ്. Harry Potter. Such an honor it is. Who are you? Dobby, sir. Dobby the house elf. Yes, sir. Dobby understands. It's just Dobby has come to tell you. It is difficult, sir. Nice. Dobby wonders where to begin. Harry Potter must say he's not going back to school. I can't. Hogwarts is my home. Wow, perfect. Then Dobby must do it, sir.
for Harry Potter sound good. इतनी शिद्दत से मैंने तुम्हें पाने की कोशिश की है വാവ് നൈസ്. कि हर जरे ने मुझे तुमसे मिलाने की साजिश की है. कहते हैं अगर किसी चीज को दिल की चाहत को पूरी करे उसे तुमसे मिलाने की कोशिश में जाती है. और जब सबने मुझे मेरी चाहत से मिलाया, थैंक यू. இது ஒரு பிளாக் படுத்துக்காக போடப்படுற சாதாரண ஒழுக்கம் கிடையாது. அதிகாரத்திமில்ல எங்களை போட்டு அடிச்சு கூட ஆளு ஏடு கேட்குங்க யாருமே வரமாட்டேங்களா? அது பழமொழிங்கிறது இப்போ நம்ம உலுக்கி கேட்குற கேள்விதான் இதான். ஹெபிஸ் கார்பஸ் பெட்டிஷன் இது நீதிமன்ற தரப்போற தீர்ப்புல நம்பிக்கை. That's all my lords. ഏതൊക്കെ ചെയ്താലും എന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന അഖില് സൂര്യ സാറിനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് ഞെട്ടിച്ചത് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാൻ ഹാരി പോട്ടർ പാട്ടറിയോ മാൻ? എനിക്ക് മനസ്സിലാവത്തിന് ചോദിക്കാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഞെട്ടിത്തരും. പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ ഞെട്ടലോടെയാണ് അവിടെ 3 പേര് ഇരിക്കുന്നത്. ടെസ്റ്റിത്തേക്ക് ഇരിക്കുന്ന നോക്കി എങ്ങനെ സാധിക്കുന്നു ഭയങ്കര രസമായിട്ടുണ്ട്. Thank you, sir. ഷാരൂഖ് ഖാൻ കാണണ്ട. ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്തല്ലോ? ഒന്നും പറയാൻ പറ്റില്ല. 3 ഭയങ്കര രസം. ശരിക്കും ഞാൻ നോക്കി ഈ കുട്ടി എന്നെയാണോ ചെയ്യുന്നതെന്ന് അത്രയും സംശയം തോന്നി എനിക്ക്. ഷാരൂഖ് ഖാൻ ആണെന്ന് തോന്നുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിച്ചത്. എനിക്ക് കുറച്ച് ഞാനിപ്പോ കണ്ട കൂട്ടത്തിൽ എനിക്ക് അതാണ് കുറച്ച് കൂടുതൽ ഡയലോഗ് ഉണ്ടായത് അതാണല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. സൂപ്പർ സൂപ്പർ സൂപ്പർ. യെസ് പകരു ചേട്ടാ. ഹാരി പോട്ടർ വിചാരിക്കാത്ത റൈറ്റ് ആയി പോയി. അതെ, കാരണം അത് ആ രണ്ടുപേരുടെയും വോയിസ് കൃത്യമായിട്ട്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെയാണ് ന്യൂജൻ. മിമിക്രിയിൽ ഇത്രയും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, ആരും അനുകരിക്കാത്ത ആരും കണ്ടെത്താത്ത മേഖലയിൽ പോയിട്ട് അത് ഡിറ്റോ പ്രസന്റ് ചെയ്യുക. അതെ, ഓരോ തവണ വരുമ്പോഴും നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനിയും ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഉത്തരവാദിത്തം കൂടി കഴിഞ്ഞു. കാരണം ഓഡിയൻസ് അതുപോലെ നിങ്ങളെ എന്താ കൊതിയോടെ നോക്കുവാണ്. അടുത്തത് എന്താണെന്നുള്ളത് ഒട്ടും നിരാശപ്പെടുത്തിയില്ല. അഖില ഗംഭീരായി. താങ്ക് യു. ഞാൻ ആക്ച്വലി ഇത് ചെറുപ്പത്തില് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആ ഒരു ഏജിൽ ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ഏത് ഏജിലായിരിക്കും? ഒരു സ്കൂൾ ടൈമില് ഫിലിംസ് കാണുമ്പോൾ അന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹോളിവുഡ്. അഖില ഇതല്ലാതെ വേറെ ആരെങ്കിലും ഹോളിവുഡിൽ എന്തെങ്കിലും? ഹോളിവുഡിൽ ഹാരി പോട്ടറിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യും. ഒരു സാധനം ഒന്ന് കാണിച്ചിരുന്നു എന്തെങ്കിലും? ഹാരി പോട്ടറിൽ ആ ഡംബിൾഡോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഹാരി പോട്ടർ, do you know about the chamber of secret? Harry, who's there? Is that Voldemort? മോനിപ്പോ എന്തിനാ പഠിക്കുന്നത്? ഇല്ല, ഞാനിപ്പോ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. എവിടെ? കൊച്ചിയിലാണ്. ഇപ്പൊ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യും. വീട്ടിലാരൊക്കെ ഉണ്ടെന്നും കൂടെ ചോദിച്ചു നോക്കിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ ചേട്ടൻ പിന്നെ വൈഫ് ആരുടെ. എങ്ങനെയുണ്ടായിരുന്നു ട്വിസ്റ്റ്? അതാണ് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നിയായിരുന്നു ആ ഞെട്ടല്. യെസ്, ഇനി എല്ലാരും സൈലന്റ് ആയിക്കോ. അവിടുന്ന് രാജുചേട്ടനാണ് എന്താണ് പറയുള്ളത് എന്നുള്ളത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഖിൽ, നിങ്ങൾ മിടുക്കനാണ്. വേറെ ഒന്നല്ല, പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറയാം. ഇന്ത്യയിലെ പല ഭാഷകളിൽ അഭിനയിക്കുന്ന പറഞ്ഞല്ലേ, അതുപോലെ നിങ്ങൾ പാൻ ഇന്ത്യൻ മിമിക്രിസ്റ്റാണ്. പിന്നെ നമ്മുടെ ചിന്തകളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത്. നമ്മുടെ ഒരു ക്യാരക്ടറിനെയും നമ്മുടെ വ്യക്തിത്വത്തിനെ എല്ലാം കാണിക്കുന്നത്. ഉദാഹരണം, എല്ലാവരും മിമിക്രി പഠിക്കാൻ നേരത്ത് ആദ്യം പഠിക്കുന്നത് ഞാൻ ശോഭേ KP കുമാറിൻ്റെ ബാക്കിയുള്ളവർ അവതരിപ്പിച്ച സംഭവങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് അത് എന്നെ കേട്ട് കാണാതെ പഠിക്കും. അതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് പുതിയ ചിന്തകളിലോട്ട് പുതിയത് കണ്ടുപിടിച്ചോണ്ടിരുന്നില്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തയ്ക്ക് പ്രൈസ് കൊടുക്കേണ്ട സംഭവം ഇതിനകത്ത് ഹാരി പോട്ടറിനെ അവതരിപ്പിച്ചാണ്. അതും 2 ക്യാരക്ടർ. നിങ്ങൾക്ക് ഇനിയും ഇക്കണക്കിന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. വളരെ നന്നായിരുന്നു എല്ലാം. ഓരോന്ന് എണ്ണി പറയല്ല. ഇനിയും ഇതുപോലെ പുതുമ മിമിക്രി രംഗത്ത് കൊണ്ടുവരണം. സൂപ്പർ. താങ്ക് യു സോ മച്ച്. എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്, പ്രേക്ഷകരും ഹാപ്പിയാണെന്നുള്ളത് 150 ഉറപ്പാണ്. സോ വിത്ത് ദിസ്, എങ്ങനെയാണ് നമ്മുടെ റേറ്റിംഗിന്റെ കാര്യത്തിൽ? ഞാനൊരു 5 സ്റ്റാർ കൊടുക്കട്ടെ. അങ്ങനെയാണ് 5 സ്റ്റാർ മാത്രമല്ല, ഈ പെർഫോമൻസിന് ഒരു ലോഡ് സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. അല്ല, നമ്മൾ ഓൾറെഡി അഖില് വന്നപ്പോൾ അഖില് 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അഖിലെ ഒറ്റ കാര്യമുള്ളൂ, ആ 5 സ്റ്റാറിന് മുകളിലൊരു സ്റ്റാർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ. കാരണം ആ 5 സ്റ്റാർ കൊണ്ട് നിങ്ങൾ അടങ്ങിയില്ല, ഇവിടുന്ന് പോയിട്ടുമില്ല. അതിന് മുകളിലുള്ള മറ്റൊരു പ്രകടനം, നല്ലൊരു പുതുമയുള്ള ഐറ്റമായിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഇന്നത്തെ പ്രകടനം കാണണം. അതെ, തീർച്ചയായിട്ടും വരണം. ഓക്കെ, വീണ്ടും വരണം. വീട്ടിലെല്ലാവരുടെ അന്വേഷണം പറയണം. പക്ഷേ ഞങ്ങൾ വിടത്തില്ല വെറും കൈയോടെ. ചെറിയൊരു സമ്മാനം ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ട്. ടെസ്റ്റ് ഇറ്റ് അപ്പ്, പ്ലീസ് ജോയിൻ us for that. ഒരു
ചെറിയ സമ്മാനം കൂടിയുണ്ട്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ്. അഖിൽ, കൺഗ്രാറ്റുലേഷൻസ്.